തൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ കുഞ്ഞിനെയും ഭർത്താവിനെയും കൂട്ടി വിദേശത്തേക്ക് പോയ താരമാണ് ദിയ. എല്ലാ തവണയും ഭർത്താവിൻ്റെയും ദിയയുടെയും പിറന്നാളുകൾ ആഘോഷിക്കുന്നത് ഇത്തരത്തിൽ പുറത്തു തന്നെയായിരിക്കും. എന്നാൽ ഇത്തവണ മാൽദീവ്സിലേക്ക് പതിവ് പോലെ എത്തിയ ദിയയ്ക്ക് പറ്റിയത് വലിയൊരു ചതിയായിരുന്നു. ഇൻഡിഗോ എയർലൈൻസ് വഴിയായിരുന്നു ദിയയും അശ്വിനും അവിടേക്ക് എത്തിയത്. എന്നാൽ അവിടെ എത്തിക്കഴിഞ്ഞ് പെട്ടിയെടുക്കാൻ പോയപ്പോഴാണ് തിരിച്ചറിയുന്നത് തൻ്റെ പെട്ടികൾ നാട്ടിൽ നിന്ന് വന്നിട്ടില്ല എന്ന്. തൻ്റെ പെട്ടികളും അതുപോലെ മറ്റുള്ളവരുടെ പെട്ടികളും ഇതുപോലെ നാട്ടിൽ വെച്ച് ഈ ഫ്ലൈറ്റുകാർ തന്നെ എടുത്തു മാറ്റി എന്നാണ് അവിടെ എത്തിയപ്പോൾ അറിയാൻ സാധിച്ചത്. കുറേയധികം നേരം വെയിറ്റ് ചെയ്തിട്ടും പെട്ടികൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഇവിടെ കൂടിയ ആളുകളെല്ലാവരും ഇൻഡിഗയുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് അവർ പറയുന്നത് ആ പെട്ടി നാട്ടിലിരിക്കുകയാണ് എന്നത്. ഫ്ലൈറ്റിൽ ഓവർ റേറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇത്തരം വലിയ പെട്ടികളെല്ലാം എടുത്തു മാറ്റിയിരുന്നു. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ കൊണ്ടുവരാൻ എളുപ്പത്തിന് 3 പേരുടെയും വസ്ത്രം ഒറ്റ പെട്ടിയിലായിരുന്നു വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതല്പം വലിയ പെട്ടിയായിരുന്നു. എന്നാൽ വെയിറ്റ് നോക്കിയപ്പോൾ അത്രയും വെയിറ്റ് കയറുമായിരുന്നു. അല്ലാതെ അല്ലല്ലോ അവർ കയറ്റി വിട്ടത്. ഇമിഗ്രേഷൻ സമയത്തൊന്നും തന്നെ പറഞ്ഞില്ല. ഫ്ലൈറ്റിൽ കയറി എത്തിയപ്പോഴാണ് പറഞ്ഞത്. നമ്മൾ കരുതിയോ നമ്മുടെ പെട്ടി അവിടെ ഉണ്ടാകില്ല എന്ന്. നമ്മളെപ്പോലെ ഒരുപാട് പേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവസാനം വഴക്കുണ്ടാക്കിയാണ് ഇത് ഇറങ്ങേണ്ടി വന്നത്. നടു റോഡിൽ എയർപോർട്ടിൻ്റെ അറ്റത്ത് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു വസ്ത്രം പോലുമില്ല. എന്തോ ഭാഗ്യത്തിന് കുഞ്ഞിൻ്റെ ഡയപ്പർ മാത്രം കയ്യിലുണ്ടായിരുന്നു. അതുകൂടി ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിലപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് അവരെ ഡയപ്പർ മാറ്റേണ്ടി വന്നാലോ എന്നോർത്താണ് ഡയപ്പർ കയ്യിലെടുത്ത് വെച്ചത്. ഇല്ലെങ്കിൽ കുഞ്ഞിന് അതും ലഭിക്കില്ലായിരുന്നു. അങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതെന്തൊരു മാരകമായ അവസ്ഥയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യമായി പറഞ്ഞാൽ ഓരോ തവണയും ഇത്തരത്തിലുള്ള വാക്കുകൾ കൊണ്ടാണ് ദിയ സംസാരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെരുമാറാനാകുന്നത്? തീരെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ. പൈസ അടച്ച് തന്നെയല്ലേ ഞങ്ങൾ വരുന്നത്? ലഗേജിൻ്റെ ടിക്കറ്റിനെല്ലാം ഞങ്ങൾ പൈസ തരുന്നുണ്ടല്ലോ. പിന്നെ എന്താണ്? നിങ്ങൾ പറഞ്ഞ വെയിറ്റ് മാത്രമേ അതിലുള്ളൂ. അതിൽ കൂടുതലൊന്നും അവിടെയില്ല. എന്നിട്ടും എന്തിനാണ് ആ പെട്ടി മാത്രം എടുക്കാതെ വന്നത്? ഇതൊക്കെയാണ് നിരവധി പറഞ്ഞുണ്ടാക്കുന്നത്. ഇതിനെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്തയെല്ലാം പങ്കുവെക്കുകയും ചെയ്യുന്നത്. ദിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻഡിഗോയിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഇങ്ങനെ ആരോടും കാണിക്കരുത്, ഇങ്ങനെ ആരെയും ദ്രോഹിക്കരുത്, ഇത്തരത്തിൽ ആരോടും ചെയ്യരുത്. ഇതാണ് ഇപ്പോൾ പറഞ്ഞെത്തുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിൽ മറുപടിയുമായി എത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും എത്തുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിൽ മറുപടി പറയുന്നത് അനുസരിച്ച് തന്നെയാണ് എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. ഓരോ തവണയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ഇന്ത്യയുടെ പേരിൽ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനു മുൻപും ഇതുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒന്നായി മാറുന്നു. പ്രേക്ഷകർ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഇത് അനുവദിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇന്ത്യയുടെ പേരിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും വേണ്ട എന്ന് കരുതി മിണ്ടാതിരുന്നിട്ടേ ഉള്ളൂ. അല്ലാതെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇതൊട്ടും ശ്രമിക്കാനാകില്ല. കുഞ്ഞിൻ്റെ പോലും വസ്ത്രം അതിനകത്താണ്. ഞങ്ങളെ നോക്കൂ, ഞങ്ങളിവിടെ വസ്ത്രമില്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല എന്നാണ് ദിയ പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.